അങ്ങയുടെ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു? സുഖമായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. രാവിലെ ക്ഷേത്ര ദർശനം ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഞാനുണ്ട്, ഇടയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്തിയാൽ. അപ്പം ഈ ക്ഷേത്രത്തിന്റെ ഒരു അനുഭവം അങ്ങേക്ക് എങ്ങനെയാ? എം എൽ എ നിലയല്ലേ, വ്യക്തിപരമായ നിലയിൽ? അല്ല, പുരാതന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തില് ഈ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്നുള്ള ഭക്തരെത്തും. ക്ഷേത്രാചാരം അനുസരിച്ച് കൃത്യമായുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരാതന ക്ഷേത്രമാണ് സീതാദേവി ക്ഷേത്രം. ഇവിടെ എല്ലാവരും വരും, ഇവിടെ ഹിന്ദു മുസ്ലിം. ഇനി നമ്മുടെ യാത്രയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് കയറിയ പുൽപ്പള്ളിയിൽ വന്നപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ചോദിച്ചു തുടക്കത്തിൽ. അതായത് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച് അറിയാത്തവരുണ്ടല്ലോ, കൈപൊക്കണം, അവർക്കൊരു സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒരാളും സമ്മാനം നേടിയില്ല. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്ന് സാരം. അല്ല, തീർച്ചയായിട്ടും SK നയിക്കുന്ന യാത്ര കേരളത്തിൽ അറിയാത്ത ഒരാളുമില്ല. കേരളം ഈ രാജ്യമൊട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഇതിന്റെ അപകടം മനസ്സിലായി. ഞാൻ കാണുന്ന അതാണ്. SK-നെക്കാളും ഈ അപകടം മനസ്സിലായപ്പോ മലപ്പുറത്തൊക്കെ ആൾക്കാർ മണിക്കൂറുകളെ കാത്തു നിന്നൊക്കെ ആയിരുന്നു നമ്മളെ സ്വീകരിച്ചതൊക്കെ. നമ്മുടെ സ്വീകരണത്തെക്കാളും നമ്മൾ പറഞ്ഞു ഇതൊരു നമ്മുടെ ഒരു പോരാട്ടമാണ്, നമ്മുടെ ഒരു യുദ്ധം. ജനങ്ങൾ രാഷ്ട്രീയത്തിനും അതുപോലെ മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി കോവിഡിനെ നമ്മൾ എങ്ങനെ നേരിട്ടോ അതേപോലെ കരുത്തിൽ നമ്മൾ നേരിടണമെന്ന്. MLA-യുടെ ഒരു അഭിപ്രായം എങ്ങനെ? ഈ ഏരിയയിലൊക്കെ പൊതുവെ ഈ മയക്കുമരുന്ന് ലോകി ഇതിന്റെ അകത്ത് നമ്മള് ഈ SK നയിക്കുന്ന ഈ യാത്ര നമ്മുടെ ഒരു ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് ഉൾക്കൊള്ളുന്നത്. കാരണം നമുക്ക് പേര് പോലും പറയാൻ അറിയാത്ത ചില കണ്ടാൽ തിരിച്ചറിയാത്ത ലഹരി പദാർത്ഥങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ലഭ്യമാണ്, അറിഞ്ഞും അറിയാതെയൊക്കെ. അത് പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകൾ, ടൗണുകൾ ഒക്കെ മാറി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയപ്പെടും നമ്മുടെ കൊച്ചു കേരളം ഇന്ന് പല മേഖലകളിലേക്ക് ഒരു നമുക്ക് പിടിച്ചാൽ പിടിയിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിപ്പോ മുളയിലേ നുള്ളിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അപകടമാണ്. ഇവിടെയൊക്കെ ചില മേഖലകളിലൊക്കെ ഉണ്ട്. കാരണം പോലീസിന്റെ അടുത്തും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തും സ്ക്വാഡുകളുടെ അടുത്തൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മാത്രം ഞെട്ടിക്കുന്ന സംഭവങ്ങളാ. ഈ താലൂക്ക് സഭയൊക്കെ നടക്കുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതിൽ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൊണ്ടുവരുന്ന ഓരോ മാസം പിടിക്കപ്പെടുന്ന കേസും അതിന്റെ എണ്ണവും കേൾക്കുമ്പോൾ ഒരു ഭൂതകാല ചരിത്രത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ അതില്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ അത് ഒഴുകി വരിക. അപ്പൊ സ്വാഭാവികമായി സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കൂടുതലാണ്. എന്തായാലും അങ്ങ് കാണാൻ പറ്റിയത് എല്ലാവിധ പിന്തുണ. പറ്റുമെങ്കിൽ അങ്ങ് 20-ാം തീയതി നമ്മുടെ ഞായറാഴ്ച കോഴിക്കോട് നമ്മുടെ പരിപാടിയുണ്ട്. 1,00,000 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടി. ഇതൊരു മുന്നറിയിപ്പ് അവർക്ക്. അവസാനത്തെ MDMA-കാരനും സ്ഥലമിടാനുള്ള നമ്മുടെ ആവേശകരമായ മുന്നറിയിപ്പ്. ഓക്കെ, അപ്പൊ അങ്ങേ കാണണം. ഓക്കെ, താങ്ക് യു. IC ബാലകൃഷ്ണൻ MLA ആണ് സംസാരിച്ചത്. അങ്ങ് പഞ്ചായത്തൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. ആദ്യമായിട്ട് പേരെങ്ങനെ? PK വിജയൻ, മുള്ളംകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആദ്യമായിട്ട് അങ്ങയുടെ ഈ സംരംഭത്തിന്റെ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ഒരു ഷാൾ അണിയിക്കുകയാണ്. സന്തോഷം. താങ്ക് യു. ഈ മുള്ളംകൊല്ലിയിലൊക്കെ കാര്യങ്ങൾ ടെൻഷൻ ഇല്ലാതെ പോകുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ തോന്നുന്നത്? ഇല്ല, മുള്ളംകൊല്ലിയില് അതിർത്തി ഗ്രാമമാണ് മുള്ളംകൊല്ലി. കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമം ആയതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലഹരിയുടെ ഒഴുക്ക് മുള്ളംകൊല്ലിയിലൂടെയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇതിനൊരു തടയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതികളും അതുപോലെ ജാഗ്രതാ സമിതികളെല്ലാം ഉണ്ടാക്കി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിയിലപ്പുറത്തേക്ക് നമുക്കിതിനെ തടയിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് 24-ന്റെ ഈ ശ്രമം ഈ നാട്ടിൽ ഇതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇത്ര ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ താങ്കളെ കാണുന്നതിനും ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്നതിനും സാധിച്ചതിൽ വളരെ സന്തോഷം അറിയിച്ചുള്ളൂ. ഓക്കെ, താങ്ക് യു.